ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ക്വിക്കായി റിവൈസ് ചെയ്യാൻ പോകുന്ന മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് സ്പീഡ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അതേപോലെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ബോഡി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും മക്കളെ ഈക്വൽ ആണ്. അല്ലെങ്കിൽ ജനറലി ആവറേജ് സ്പീഡ് ആയിരിക്കും, ഓർ ജനറലി യു ക്യാൻ സേ ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ആണ്. മക്കളെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 2v1 v2 by v1 plus v2. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ, ഡിഫറൻറ്റ് സ്പീഡിൽ ബോഡി കവർ ചെയ്യുന്ന ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ഇക്വേഷൻ 2v1 v2 by v1 plus v2 ആണ്. ഇനി ഈക്വൽ ടൈം ഇന്റർവൽ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ് v1 plus v2 by 2. മക്കളെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് v minus u by t ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോൾ മക്കളെ യൂണിഫോം മോഷനിൽ ആക്സിലറേഷൻ 0 ആണ്. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വേരിയബിൾ ആയിരിക്കും. വെലോസിറ്റി വേരിയബിൾ ആകുമ്പോൾ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ, അതായത് നോൺ യൂണിഫോം മോഷനിൽ ആക്സിലറേഷന് രണ്ട് കണ്ടീഷനുകൾ പറയാം. ഒന്നെങ്കിൽ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. ആ ആക്സിലറേഷൻ ഒന്നെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആവാം, അല്ലെങ്കിൽ ആക്സിലറേഷൻ മക്കളെ വേരിയബിൾ ആവാം. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവുമ്പോൾ മാത്രമാണ് ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ വാലിഡ് ആവുന്നത്. That is v equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. അതേപോലെ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് u plus a by 2 into 2n minus 1. അതേപോലെ ഒന്ന് ഓർത്ത് വെക്കുക, ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അവർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2s by u plus v. ഇനി ആക്സിലറേഷൻ മക്കളെ വേരിയബിൾ ആണെങ്കിൽ, വേരിയബിൾ ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് t1 ഇന്റഗ്രൽ t1 t to a dt. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ t1 to t2 v dt ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ആ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ദൂരത്തെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ വെഹിക്കിൾ ബിഫോർ ഇറ്റ് സ്റ്റോപ്സ്, ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മക്കളെ u square by 2a ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s പ്രൊപ്പോർഷണൽ ടു u square ആണ്. സ്റ്റോപ്പിംഗ് ടൈം കാണണമെങ്കിൽ u by a ആണ്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് ബുള്ളറ്റ് ടാർഗറ്റ് പ്രോബ്ലം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് u വെലോസിറ്റി വരുന്നു, എക്സ് ദൂരം മൂവ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി u by n ആയി, അതായത് 1/n ടൈംസ് കുറഞ്ഞു. പിന്നീട് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പായി എന്ന് പറയാണ്. എങ്കിൽ ആ സ്റ്റോപ്പ് ആവാൻ അഡീഷണൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് ചോദിച്ചാൽ എക്സ് ഡാഷ് ഇസിക്കൽ ടു എക്സ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 ആണ്. ഇനി അതേപോലെ മിഡ് പോയിന്റിലെ വെലോസിറ്റി ആണെന്ന് ചോദിച്ചാൽ തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി v1 ആണ്, എൻഡിങ് പോയിന്റിലെ വെലോസിറ്റി v2 ആണ്. എങ്കിൽ മക്കളെ മിഡ് പോയിന്റിലെ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ റൂട്ട് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ ബൈ 2 ആണ്. ആൽഫ ബീറ്റ പ്രോബ്ലം മക്കളെ ഓർത്ത് വെക്കുക. ആൽഫ ബീറ്റ പ്രോബ്ലത്തെ, അതായത് ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു t1 ടൈം കൊണ്ട് ആൽഫ ആക്സിലറേഷനിൽ ബോഡി മൂവ് ചെയ്ത് അതിന് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. പിന്നീട് അതൊരു ബീറ്റ ഡീസലറേഷൻ സംഭവിച്ച് അത് വീണ്ടും റെസ്റ്റിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. സോ അവിടുത്തെ മാക്സിമം വെലോസിറ്റി വി മാക്സ് കാണണമെങ്കിൽ ഉള്ള ഇക്വേഷൻ ആണ് ആൽഫ ബീറ്റ ടി ബൈ ആൽഫ പ്ലസ് ബീറ്റ ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ആൽഫ ബീറ്റ ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ആണ്, 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ആണ്. അതുപോലെ ടോട്ടൽ ടൈം ടി എന്ന് പറഞ്ഞാൽ t1 പ്ലസ് t2 ആണ്. ഇനി മക്കളെ നമ്മൾ പറയാൻ പോകുന്നതാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആണ്. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെർട്ടിക്കൽ പ്രൊജക്ഷൻ ആണ്, അതായത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ഷൻ ആണ്. സോ അതായത് മുകളിലേക്ക് പോകാനുള്ള ടൈം ഓഫ് അസെൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് u by g, ടൈം ഓഫ് ഡിസെൻഡ് ഇവിടെ u by g ആണ്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u by g ആണ്. ഹൈറ്റ് കാണാൻ u സ്ക്വയർ ബൈ 2g ആണ്. ഒരു ബോഡിയെ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു, ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ് ആണ്. എ ബോഡി ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് മക്കളെ നമ്മളൊരു ബോഡിയെ താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ താഴേക്ക് എടുക്കുന്ന സമയം t എന്ന് പറഞ്ഞാൽ റൂട്ട് 2h by g ആണ്. ഹൈറ്റ് കാണാൻ h is equal to half g സ്ക്വയർ ആണ്. താഴെത്തുമ്പോൾ വെലോസിറ്റി v equal to root 2gh ആണ്. ഇനി ഒരു ബോഡിയെ നമ്മൾ മോനെ വെർട്ടിക്കലി മുകളിലേക്ക് പൊക്കി എറിയുവാണ്, അതായത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ മുകളിലേക്ക് ത്രോ ചെയ്യുവാണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ s is equal to ut plus half g സ്ക്വയർ. s എന്ന് പറഞ്ഞാൽ മൈനസ് h ആണ്, ut മൈനസ് half g സ്ക്വയർ. അതായത് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് വേണം ഇവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ, ടൈമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആണ്. എങ്കിലും നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യേണ്ടി വരും. ഹൈറ്റ് ആണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഇനി മക്കൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ആണ് പറയാൻ പോകുന്നത്. രണ്ട് ബോഡികൾ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി va മൈനസ് vb ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മക്കളെ va പ്ലസ് vb ആണ്. ഇനി രണ്ട് ട്രെയിനുകൾ, ഒരു ട്രെയിനിന്റെ നീളം L1 ആണ്, അത് പോകുന്ന വെലോസിറ്റി v1. വേറൊരു ട്രെയിൻ ലെങ്ത് L2, അത് പോകുന്ന വെലോസിറ്റി v2. അത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ t is equal to L1 plus L2 by v1 plus v2 ആണ്. ഇനി ഒരു ട്രെയിനിന് ഒരു ബേർഡിനെ ക്രോസ് ചെയ്യാനുള്ള സമയമാണ് ചോദിക്കുന്നതെങ്കിൽ L by ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ v1 plus v2 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.